കോട്ടയം മാങ്ങാനത്ത് യുവാവിനെ കൊന്നു കഷ്ണങ്ങളാക്കി ചാക്കിൽ കെട്ടി തള്ളിയ കേസിൽ പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തി കോട്ടയം ജില്ലാ സെഷൻസ് കോടതി. സന്തോഷ് ഫിലിപ്പിനെ കൊലപ്പെടുത്തിയ കേസിൽ വിധി പറയാൻ മാറ്റി. വിനോദ് കുമാർ എന്ന കമ്മൽ വിനോദ്, ഭാര്യ കുഞ്ഞുമോൾ എന്നിവരാണ് കേസിലെ പ്രതികൾ. ഗൂഗിൾ രമേശ് ചേരുന്നു വിവരങ്ങളുമായി. ഗൂഗിൾ, ഈ വിധിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, 2017 നടന്ന കേസിലാണ് ഇപ്പോൾ പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. കോട്ടയം മാങ്ങാനത്ത് യുവാവിനെ കൊന്ന് കഷണങ്ങളാക്കി ചാക്കിൽ കെട്ടി പലയിടങ്ങളിലായിട്ട് തള്ളിയെന്നതായിരുന്നു കേസ്. കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയാണ് ഈ കേസ് പരിഗണിക്കുകയുണ്ടായത്. തുടർന്ന് ഇന്ന് 2 പ്രതികളാണ് കേസിലുള്ളത്. 2 പേരും കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തുകയായിരുന്നു. മുട്ടമ്പലം സ്വദേശി വിനോദ് കുമാർ, കമ്മൽ വിനോദ് എന്നാണ് ഇയാൾ അറിയപ്പെടുന്നത്, ഇയാളുടെ ഭാര്യ കുഞ്ഞുമോൾ എന്നിവരാണ് ഈ കേസിലെ പ്രതികൾ. 2017 ഓഗസ്റ്റ് 23-നായിരുന്നു ഈ കേസിനാസ്പദമായിട്ടുള്ള സംഭവം നടക്കുകയുണ്ടായത്. പയ്യപ്പാടി മലകുന്നം സ്വദേശി സന്തോഷ് ഫിലിപ്പ് എന്ന് പറയുന്ന യുവാവിനെയാണ് ഇവരിരുവരും ചേർന്ന് കൊലപ്പെടുത്തുകയുണ്ടായത്. ഈ സന്തോഷ് വിനോദിന്റെ ഭാര്യയുടെ ആൺ സുഹൃത്താണ്. ഈ സുഹൃത്തിനുമേൽ ഇത്തരത്തിൽ സംശയത്തെ തുടർന്നാണ് ഈ കൊലപാതകത്തിലേക്ക് ഇവർ കടന്നതെന്നാണ് പോലീസ് നൽകിയ വിവരം. അതോടൊപ്പം തന്നെ നിലവിൽ ഈ ഭാര്യയുടെ സഹായത്തോടു കൂടി ഇയാളെ ഇവർ താമസിക്കുന്ന മാങ്ങാനത്തെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അവിടെ വെച്ച് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് ഇരുവരും ചേർന്ന് മൃതദേഹം വിവിധ കഷ്ണങ്ങളാക്കി പലയിടങ്ങളിലായിട്ട് ഉപേക്ഷിക്കുകയായിരുന്നു. ചാക്കിൽ കെട്ടി കൈയും ശരീരവും ഒരു സ്ഥലത്തും തല മറ്റൊരു സ്ഥലത്ത് തോട്ടിലുമായിരുന്നു ഇവർ ഉപേക്ഷിച്ചിരുന്നത്. കോട്ടയം ഈസ്റ്റ് പോലീസാണ് കേസ് അന്വേഷിച്ചത്. തുടർന്ന് പോലീസ് കൃത്യമായിട്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് ഇപ്പോൾ അല്ലെങ്കിൽ പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. നാളെ ഈ കേസിന്റെ ഹിയറിംഗ് വീണ്ടും നടക്കുന്നുണ്ടാവും. അതിനുശേഷമായിരിക്കും എന്നത്തേക്കായിരിക്കും വിധി പറയുക എന്നുള്ള കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. എന്തായാലും 2 പ്രതികളും കുറ്റക്കാരാണെന്ന് കോട്ടയം ജില്ലാ സെഷൻസ് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. ഗോകുൽ രമേശ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.